ഈ കാണുന്ന സ്ക്രാച്ചുകളിലെല്ലാം കൂടെ മൈക്രോ പ്ലാസ്റ്റിക് നമ്മുടെ ഫുഡിനകത്തോട്ട് കലരും. അത് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും ക്യാൻസറൊക്കെ വരുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടായി. ഒരുപാട് പേര് പറഞ്ഞു ഇത് നമ്മുടെ വീട്ടിലൊക്കെ കാലകാലങ്ങളായിട്ട് ഉപയോഗിക്കണതാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ലടാ, നീ പോടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ നീയൊക്കെ വേണമെങ്കിൽ ഇത് കറി ഉണ്ടാക്കി കഴിക്കുക, എനിക്ക് വിഷയമില്ല. നിനക്ക് ക്യാൻസർ അല്ല വേറെ എന്തൊക്കെ അസുഖം വന്ന് ചത്തുപോയാലും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നീയൊക്കെ ചത്തു കഴിഞ്ഞാൽ വാർത്ത വരൂലായിരിക്കും. ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ പൗരപ്രമുഖരാ അല്ലെങ്കിൽ വല്ല MLA മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാർത്ത വരും. ആ വാർത്തയുടെ വീഡിയോ വെച്ചിട്ട് പണ്ട് പറഞ്ഞ കാര്യം കറക്റ്റ് ആണല്ലോ എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്ത് എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാനും തിന്നാനും നല്ലോണം അറിയാം. സോ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് യു ഗൈസ്. നീയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ഇത് ഉപയോഗിക്കാണ്ട് എങ്ങനെ കട്ട് ചെയ്യുമെന്ന് ഒരുപാട് പേര് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ കഴുകിയെടുത്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറിയും കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്ന അത്രയും സ്പീഡ് കിട്ടില്ലായിരിക്കും, പക്ഷേ ഈ സാധനം ഉപയോഗിക്കുന്ന അത്രയും പ്ലാസ്റ്റിക്കും വരില്ല. അതുകൊണ്ട് വേണമെന്നുള്ളവർക്ക് സേഫായിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ടുള്ള മാർഗ്ഗങ്ങളിലേക്ക് പോകാം.